ലൈംഗികാധിക്ഷേപ കേസിൽ ജാമ്യം ലഭിച്ചിട്ടും ജയിലിൽ തുടർന്ന വ്യവസായി ബോബി ചെമ്മണ്ണൂർ ജയിൽ മോചിതനായി. നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിച്ചത് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി ഇന്ന് പ്രത്യേകമായി കേസ് പരിഗണിക്കുന്നുവെന്ന് അറിഞ്ഞതോടെയാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ ബോബി തയ്യാറായത്. ഹൈക്കോടതി ജാമ്യ ഉത്തരവ് പുറത്തുവന്ന ഇന്നലെ വൈകിട്ട് മുതൽ ബോബി തടവിൽ കഴിഞ്ഞ കാക്കനാട് ജില്ലാ ജയിൽ പരിസരത്ത് നാടകീയ രംഗങ്ങളായിരുന്നു. രാവിലെ 10 മണിയോടെ തന്നെ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന കാക്കനാട് ജില്ലാ ജയിലിൽ നിന്ന് ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങി. ജാമ്യം ലഭിച്ചിട്ടും പ്രതി പുറത്തിറങ്ങാൻ തയ്യാറാകാതെ മറ്റു ചില ആവശ്യങ്ങൾ ഉയർത്തി ജയിലിൽ തുടരാൻ തീരുമാനിച്ചതും ജയിലിന് പുറത്ത് ആരാധകരെന്ന പേരിൽ ആൾക്കൂട്ടം സംഘടിച്ചതും നിരീക്ഷിച്ച ഹൈക്കോടതി വീണ്ടും ഇന്ന് രാവിലെ തന്നെ കേസ് പരിഗണിക്കാൻ തീരുമാനിച്ചതോടെയാണ് ബോബി ചെമ്മണ്ണൂർ നടപടികൾ ഭയന്നത്. അതുവരെ ഇന്ന് പുറത്തിറങ്ങുന്നതിൽ വ്യക്തത വരുത്താതിരുന്ന ബോബി ചെമ്മണ്ണൂർ ബോണ്ട് ഒപ്പിടാനും ജയിൽ നടപടികൾ പൂർത്തിയാക്കാനും സഹകരിച്ചു. നിസ്സാര കേസുകളിൽ ഉൾപ്പെട്ട് ജാമ്യത്തുക കെട്ടിവയ്ക്കാനില്ലാതെ ജയിലിൽ കഴിയേണ്ടി വന്നിട്ടുള്ളവർക്ക് വേണ്ടിയാണ് തന്റെ ശ്രമങ്ങളെന്നും കോടതി ലക്ഷ്യമൊന്നും ചെയ്തിട്ടില്ലെന്നുമായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ പ്രതികരണം. ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് കൊടുക്കാതെ ഹോട്ടലിൽ റെസ്റ്റോറന്റിലൊക്കെ പിടിച്ചിട്ടുള്ള കേസുകൾ, ചെറിയ ചെറിയ കേസുകളുണ്ട്. 10-26 കേസുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് 5000-10000 ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ്. അങ്ങനെ 10-26 പേര് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം, അതിനുള്ള ഒരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നുള്ളൂ. വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ഇന്ന് ജയിൽ പരിസരത്തെത്തിയത്. ഏതാനും സ്ത്രീകളും ആരാധകരായി എത്തി. ബോബി ജയിൽ മോചിതനായതിനു ശേഷം എത്തിയ ഓൾ കേരള മെൻസ് അസോസിയേഷനാണ് പിന്നീട് നാടകീയ രംഗങ്ങൾ ഉണ്ടാക്കിയത്. പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാർ, സെക്രട്ടറി ജീമോൻ കല്ലുപുരക്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ ജയിൽ മോചനം പടക്കം പൊട്ടിച്ചാഘോഷിക്കാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിനിടയാക്കി. പടക്കങ്ങൾ പിടിച്ചെടുത്ത പോലീസ് ഇവരെ ഇവിടെ നിന്ന് നീക്കി. റിമാൻഡിലായി 7ാം ദിവസമാണ് ബോബി ചെമ്മണ്ണൂർ ജയിൽ മോചിതനായത്. ഇന്ന് രാവിലെ വരെ ജയിലിന് പുറത്തേക്കില്ലെന്ന് വ്യക്തമാക്കിയിരുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ മനം മാറ്റം അതിവേഗത്തിലായിരുന്നു. 9:30 തന്നെ ഹൈക്കോടതി പ്രത്യേകമായി ഈ കേസ് പരിഗണിക്കുന്നുവെന്ന് അറിഞ്ഞതോടെ അതിവേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കി ബോണ്ട് ഒപ്പിടാൻ തയ്യാറായി ബോബി ചെമ്മണ്ണൂർ 10 മണിയോടെ ജയിലിന് പുറത്തേക്ക്. എങ്കിലും നിയമനീക്കങ്ങൾ തുടരുക തന്നെ ചെയ്യുന്നു. ക്യാമറമാൻ മനോജ് വട്ടിയൂർക്കാവിനൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.